കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു സൂചന തന്നിരുന്നു. കുറേയധികം മലയാളം ചാനലുകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമെന്ന്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ തെളിവാണ് കാണിച്ചിരുന്നത്. ഏകദേശം 11ഓളം ചാനലുകളാണ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്, ഒരു മാസവാടകയില്ലാതെ ചെറിയ ഡിഷിൽ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു SU വിഷൻ. നമ്മുടെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പുതിയ കുറച്ച് മലയാളം ചാനലുകൾ ഈ ചെറിയ 2 അടി ഡിഷിൽ, നമുക്കറിയാം സൺ ഡയറക്റ്റിൻ്റെ ഒക്കെ ചെറിയ 2 അടി ഡിഷിൽ നമുക്ക് സൗജന്യമായിട്ട് 11ഓളം ചാനലുകൾ ഫ്രീ ടു എയറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. മലയാളത്തിലുള്ള കാറ്റഗറിയാണ് പറയുന്നത്. അല്ലാത്ത ചാനലുകൾ വേറെ ഇഷ്ടംമാതിരിയുണ്ട്, 300ഓളം ചാനലുകളുണ്ട്. പക്ഷേ നമ്മൾ മലയാളം എന്ന കാറ്റഗറിയിൽ വരുന്നത് 11ഓളം ചാനലുകളാണ് ഈ 2 അടിയിൽ നമുക്ക് ലഭിക്കുന്നത്. ആ സാറ്റലൈറ്റിൻ്റെ വിശേഷങ്ങളാണ്. നമുക്കറിയാം എക്സ്പ്രസ് AM 40 ഡിഗ്രി, അതേപോലെ തന്നെ തുർക്കുസാറ്റ് 42 ഡിഗ്രി ഈസ്റ്റിൽ. അപ്പോൾ ഈ 2 സാറ്റലൈറ്റുകളിൽ നിന്നുള്ള കൊളാബായിട്ടാണ് ഈ ചാനലുകൾ നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എക്സ്പ്രസ് AM എന്ന 40 ഡിഗ്രിയിലെ ചാനലുകളാണ് ലഭിക്കുന്നത് എങ്കിലും അത് 42 ഡിഗ്രി തുർക്കുസാറ്റിലോട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്ന് അടുത്ത മാസത്തോടു കൂടി തുർക്കുസാറ്റിലോട്ട് മാറും എന്നും കൂടെ ഒരു സൂചന നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ 2 സാറ്റലൈറ്റും നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരൊറ്റ ഡയറക്ഷൻ തന്നെ നമുക്ക് ഏകദേശം ഒരു 41 ഡിഗ്രി ഡയറക്ഷനിൽ വെച്ചാൽ ഈ 2 സാറ്റലൈറ്റും ഒരു ഒറ്റ ഡിഷിൽ തന്നെ നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഡിഗ്രിയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ, 1-2 ഡിഗ്രിയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് തന്നെ 100% സിഗ്നൽ ലഭിക്കും. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് ഇരിക്കുന്ന ദിശയാണ് ഈ കാണിച്ചിരുന്നത്. ഇതിൻ്റെ LNB സ്ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. തുർക്ക് സാറ്റിലേക്കാണ് ഇപ്പോൾ ഞാനിത് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അത്ര സ്ട്രോങ് സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ LNB സ്ക്യൂ വരുന്നത് 70 + 70 ആണ്. 70.2 LNB സ്ക്യൂ വരുന്നത്. ഞാൻ നിൽക്കുന്ന ഡയറക്ഷൻ എൻ്റെ ജില്ല കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ ട്രാക്ക് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ LNB സ്ക്യൂ ആണ് പറയുന്നത്. നിങ്ങൾ ഈ ആപ്പ് വെച്ചിട്ട് നിങ്ങളുടെ സ്ഥലത്തെ LNB സ്ക്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. അതേപോലെ സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഇരിക്കുന്നത്. ഈ ഡിഷ് തിരിഞ്ഞിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്ക്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് നിന്ന് പറയുമ്പോൾ വെസ്റ്റിനോട് ചേർന്നിട്ട്, സൗത്തിൽ നിന്നും പുറപ്പെട്ട് വെസ്റ്റ് ദിശയിലേക്ക് വെസ്റ്റിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഡിഷിൻ്റെ ഡയറക്ഷൻ ഇരിക്കുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. ഈ ഡിഷ്, അതായത് എയർടെൽ DTH ഇരിക്കുന്ന ഡിഷിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട്, എയർടെൽ DTHൽ വെച്ചിരിക്കുന്ന LNB സ്ക്യൂവിൻ്റെ ആ ഒരു കേബിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഇതിൻ്റെ LNB സ്ക്യൂ വരിക. എയർടെലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് LNB സ്ക്യൂ ആണെങ്കിലും ഡയറക്ഷനായിട്ടും ഏകദേശം ഒരു കണക്കാണ് പറയുന്നത്. കറക്റ്റ് കണക്ക് ഈ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങളുടെ ഡയറക്ഷനിൽ, നിങ്ങളുടെ ജില്ലയിൽ, നിങ്ങളുടെ സ്ഥലത്ത് ഈ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. തുർക്കുസാറ്റ് 42 ഡിഗ്രി ഈസ്റ്റിൽ. നമുക്ക് ചാനൽ സെക്ഷനിലോട്ട് പോകണം. അത് നമുക്ക് വേണ്ട റിസീവർ, ചാനൽ സെക്ഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് HEVC സപ്പോർട്ട് ചെയ്യുന്ന റിസീവർ അനിവാര്യമാണ്. ഈ HEVC സപ്പോർട്ട് ചെയ്യുന്ന റിസീവർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 4 മലയാളം ചാനൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് MPEG-4 ചാനലുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. HEVC സപ്പോർട്ട് ചെയ്യുന്ന റിസീവർ ആണെങ്കിൽ 8 ചാനലുകൾ ലഭിക്കും. HEVC എന്ന് പറഞ്ഞൊരു കംപ്രഷൻ മെത്തേഡാണ്. ഈ ഒരു പുതിയ ടെക്നോളജിയിൽ ഒരു ട്രാൻസ്പോണ്ടറിൽ കൂടുതൽ ചാനലുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് HEVC എന്നുള്ള കംപ്രഷൻ മെത്തേഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് HEVC ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ചാനലുകൾ സൗജന്യമായിട്ട് തന്നെ ലഭിക്കും. അപ്പോൾ ബോക്സിൻ്റെ ഹാർഡ്വെയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അതായത് നിങ്ങൾ ബോക്സ് നമ്മൾ നോർമൽ ബോക്സ് ആണെങ്കിൽ ബോക്സ് HEVC സപ്പോർട്ട് ചെയ്യുന്ന ബോക്സുകളിലോട്ട് നിങ്ങൾ ബോക്സിനെ മാറ്റണം, അതല്ലെങ്കിൽ പുതിയ ബോക്സ് വാങ്ങണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ചെയ്യെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഞാൻ ഇതിലിപ്പോൾ സാറ്റലൈറ്റ് തുർക്കുസാറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. LNB ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ട്രാൻസ്പോണ്ടർ ഫ്രീക്വൻസിയും ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് അത് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഡൈസിക് സ്വിച്ച് LNB 3ലാണ് കൊടുത്തത്. അത് ഓൾറെഡി എനിക്ക് ഡൈസിക് കൊടുക്കേണ്ട ആവശ്യമുണ്ടാണ്. 3 സാറ്റലൈറ്റ് ഞാൻ മുമ്പ് ട്രാക്ക് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്കത് ആവശ്യമില്ല. നിങ്ങൾ ഒറ്റ സാറ്റലൈറ്റ് മാത്രമാണെങ്കിൽ ഈ ഡൈസിക് സ്വിച്ചിൻ്റെ LNB 3 ഉള്ള ഭാഗത്ത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ബ്ലൈൻഡ് സ്കാൻ അടിക്കുകയാണ്. ബ്ലൈൻഡ് സ്കാൻ അടിക്കുമ്പോൾ ബ്ലൈൻഡ് സ്കാനിൽ നിങ്ങൾ സെലക്ഷൻ ഇട്ടിട്ട് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡിൽ ഫോണ്ട് TP എന്നുള്ളിടത്ത് നിലവിൽ ഉള്ള TP, അതായത് ഈ റിസീവറിൽ സേവായി കിടക്കുന്നതും ഇടത് സൈഡിൽ ന്യൂ TP എന്ന TPയിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഇപ്പോൾ സാറ്റലൈറ്റിൽ നിന്ന് നമ്മൾ ഇല്ലാത്ത പുതിയ TPയും കൂടിയാണ് അതിനകത്ത് ആഡായി വരുന്നത്. 2 സൈഡിലായിട്ട് ആദ്യം TPകൾ, അതായത് ട്രാൻസ്പോണ്ടറാണ് ആദ്യം ഈ ഒരു റിസീവർ സ്കാൻ ചെയ്യുക. ട്രാൻസ്പോണ്ടർ 100% സ്കാൻ ചെയ്ത ശേഷമാണ് ആ ഓരോ ട്രാൻസ്പോണ്ടറിലുള്ള ഫ്രീ അല്ലെങ്കിൽ പെയ്ഡ് ചാനലുകൾ ഈ ഒരു റിസീവർ സ്കാൻ ചെയ്യാൻ തുടങ്ങുക. 2 സെക്ഷനായിട്ടാണ് ഇപ്പോൾ ഓരോ TV ചാനൽ, അതായത് ഓരോ ട്രാൻസ്പോണ്ടറിലുള്ള അടിയിൽ ട്രാൻസ്പോണ്ടർ കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെ തുർക്കുസാറ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്പോണ്ടറിലെ ചാനൽ സ്കാൻ ചെയ്യുന്നതും മുകളിൽ ഫോണ്ടായിട്ട് വരുന്നതും കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചാനൽ ട്രാക്കായി, അതായത് ട്യൂണായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം റിപ്പോർട്ടർ, മാതൃഭൂമി, കൈരളി അറേബ്യ, അമൃത, മഴവിൽ മനോരമ പോലെയുള്ള ചാനലുകളും ട്യൂണായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഫ്രീക്വൻസിയും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ ചാനലും TNT മ്യൂസിക് അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ചാനൽ, അതേപോലെ തന്നെ TNT ഇൻ്റർനാഷണൽ, STS, റൺ ഇൻ്റർനാഷണൽ, ഇതൊക്കെ അത്യാവശ്യം മൂവീസുള്ള ഇംഗ്ലീഷ് മൂവീസുകളൊക്കെ ഉള്ള നല്ല അടിപൊളി മ്യൂസിക് ആൻഡ് മൂവീസ് ചാനലുകളാണ്. അതൊക്കെ നല്ല ചാനലുകൾ തന്നെയാണ്. അതുപോലെ ന്യൂസിനായിട്ട് ഇൻ്റർനാഷണൽ ന്യൂസിലാൻഡ്, റഷ്യ ടുഡേയുടെ ചാനലുണ്ട്, അൽ ജസീറ പോലെയുള്ള ചാനലുകളും ഈ ഒരു സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മലയാളം മാത്രമാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത് എങ്കിലും അത്യാവശ്യം വേണ്ട ചാനലുകളൊക്കെ ഇതിനകത്ത് ഉണ്ട്.
എല്ലാം തുർക്ക്സാറ്റിലും അതേപോലെ തന്നെ 40 ഡിഗ്രിയിലുള്ള എക്സ്പ്രസ്സിലും കൂടിയുള്ള ചാനലുകളാണ് ഇത് മൊത്തം സ്കാനായിട്ട് വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറും തുർക്ക്സാറ്റ് മാത്രമല്ല, ഞാൻ രണ്ടും കൂടെ ഒപ്പിച്ചാണ് ഡിഷ് അലൈൻമെൻറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പ്രസ് AM 40 ഡിഗ്രിയിലും 42 ഡിഗ്രിയിലുള്ള തുർക്ക്സാറ്റിലെ ചാനലുകൾ മൊത്തത്തിലാണ് ഇപ്പോൾ ഇതിനകത്ത് സ്കാനായിട്ട് ഇതിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ H265 എന്ന് പറയുന്നതാണ് HEVC ചാനലുകൾ, HEVC കംപ്രഷനിലുള്ള ചാനലുകൾ. H264 എന്നുള്ളത് MPEG-4 HD ചാനലുകൾ, MPEG-4 മെത്തഡിലുള്ള റിസീവറുകൾ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളാണ്. ടോട്ടൽ 115 ചാനലുകളാണ് ഇപ്പോൾ നമുക്ക് ട്യൂണായിട്ട് വന്നിട്ടുള്ളത്. ഈ ട്യൂണായി വന്ന 115 ചാനലുകളിൽ പെയ്ഡ് ചാനലുകളും ഫ്രീ ചാനലുകളും ഉൾപ്പെടുന്നു. അപ്പോൾ ടോട്ടൽ കൗണ്ട് പറയുമ്പോൾ 115 എന്ന് പറയാമെങ്കിലും ഫ്രീ ചാനലുകൾ ഏകദേശം 64ഓളം ചാനലുകൾ മാത്രമാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് മീഡിയ വൺ, സഫാരി, റിപ്പോർട്ടർ TV, മാതൃഭൂമി ന്യൂസ്, കൈരളി V, കൈരളി അറേബ്യ, അമൃത TV, മഴവിൽ മനോരമ. ഇതുകൂടെ നമുക്ക് DD ഫ്രീ ഡിഷിൽ ലഭിക്കുന്ന മഴവിൽ മനോരമ, ദൂരദർശൻ്റെ DD മലയാളം, അതേപോലെ തന്നെ വിക്ടേഴ്സ് ചാനൽ. ഇതിലും രണ്ടിലും കൂടെ നോക്കുമ്പോൾ ഏകദേശം 11ഓളം മലയാളം ചാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ തുർക്ക്സാറ്റിൽ ലഭിക്കുന്ന മഴവിൽ മനോരമ എന്ന ചാനൽ മഴവിൽ മനോരമ ഇൻ്റർനാഷണൽ എന്ന ചാനലാണ്. അത് പ്രോഗ്രാമുകൾ വ്യത്യാസമുണ്ട്, നല്ല രസകരമാണ്, പരസ്യം കുറവാണ്. അതുപോലെ തന്നെ DD ഫ്രീ ഡിഷിൽ ലഭിക്കുന്ന മഴവിൽ മനോരമ എന്ന ചാനൽ നമുക്കറിയാം, അത് നമ്മൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന നോർമൽ DTHകൾ കിട്ടുന്ന ചാനലാണ്. അതിനകത്ത് കുറച്ച് പരസ്യം കൂടുതലായിരിക്കും. അപ്പോൾ രണ്ടിലുള്ള പ്രോഗ്രാമുകൾ വ്യത്യാസമാണ്. രണ്ട് ചാനലുകൾ തന്നെയാണ് മഴവിൽ. ഒന്ന് ഇതിൽ കിട്ടുന്ന മഴവിൽ മനോരമ ഇൻ്റർനാഷണൽ, മറ്റുള്ള മഴവിൽ മനോരമയുമാണ് ലഭിക്കുന്നത്. രണ്ടും പ്രോഗ്രാമുകളും ഒക്കെ ഒന്ന് തന്നെയാണ് എങ്കിലും ആ ഒരു ടൈമിനനുസരിച്ച് വ്യത്യാസങ്ങളും പരസ്യങ്ങളിലുള്ള കുറച്ചിലൊക്കെ ഉണ്ട്. സഫാരി ഒരു അടിപൊളി ഇൻഫോർടൈൻമെൻറ്റ് ചാനൽ തന്നെയാണ്. എക്കത്തിൻ്റെയും ഫ്രീക്വൻസിയും നിങ്ങൾ താഴെ ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. H265 എന്നുള്ളത് HEVC റിസീവറിൽ ലഭിക്കുന്ന ചാനലുകളാണ്. അപ്പോൾ നിങ്ങളുടെ നോർമൽ MPEG-4 റിസീവറിൽ കിട്ടില്ല, HEVC റിസീവർ തന്നെ വേണം എന്നാണ് എൻ്റെ അർത്ഥം. നേരെ മറിച്ച് 4 ചാനലുകൾ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയ 4 ചാനലുകൾ കൈരളി V, അമൃത, അതേപോലെയുള്ള മഴവിൽ മനോരമ, അത്തരത്തിലുള്ള ചാനലുകളൊക്കെ MPEG-4 വരുന്ന ചാനലുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് റിസീവറിലും ട്യൂൺ ചെയ്യാൻ പറ്റും. ഈ HEVC ചാനലുകൾ നിങ്ങൾ ട്യൂൺ ചെയ്യണമെങ്കിൽ HEVC റിസീവർ അനിവാര്യമാണ്. അതായത് ഫെബ്രുവരി മാർച്ച്, ഇതിപ്പോൾ ജനുവരിയാണ്, ഫെബ്രുവരി മാസത്തോട് കൂടി പൂർണ്ണമായും 40 ഡിഗ്രിയിലുള്ള ചാനലുകൾ 42 ഡിഗ്രിയിലുള്ള തുർക്ക്സാറ്റിലോട്ട് മാറും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതിൽ നമ്മൾ പറയുന്നു, നിങ്ങൾ ഒരു സെറ്റ് ബോക്സ് വാങ്ങുമ്പോൾ, ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന സെറ്റ് ബോക്സുകൾ വാങ്ങുമ്പോൾ HEVC ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. HEVC സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ HEVC S2X, അതേപോലെ തന്നെയുള്ള 10 ബിറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ വളരെ നല്ലതാണ്. ലോ കോസ്റ്റ് റിസീവറുകൾ വരുന്നുണ്ട്. സോളിഡിൻ്റെ 6151 പോലെയുള്ള ബോക്സുകൾ വളരെ നല്ലതാണ്. ലോ കോസ്റ്റിൽ വരുന്ന HEVC S2X ബോക്സുകളാണ്. അതിൻ്റെ കൂടുതൽ 10 ബിറ്റ് 4K ആൻഡ്രോയിഡ് ബോക്സുകൾ കൂടിയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം പുതുതായി വരുന്ന ഇനി ഭാവിയിലേക്ക് അപ്ഡേഷൻ വരുന്ന ചാനലുകൾ കൂടി നമുക്കത് ട്യൂൺ ചെയ്യാൻ പറ്റും. എപ്പോഴും ബോക്സുകൾ മാറ്റുക എന്നുള്ളത് അനിവാര്യമല്ല. അപ്പോൾ കുറച്ച് കാലത്തേക്കെങ്കിലും നിൽക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു 10 ബിറ്റ് 4K ഒരു ആൻഡ്രോയിഡ് സ്മാർട്ടൊക്കെ ബോക്സുകളാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായി എന്ന് തന്നെ പറയാം. ഇതിലെടുത്ത് പറയേണ്ടത്, വലിയ സി ബാൻഡ് ഡിഷ് വാങ്ങിക്കാൻ കഴിവില്ലാത്തവർക്ക് ഈ ചെറിയ ഡിഷിൽ ഈ കിട്ടുന്ന ഈ മലയാളം ചാനലുകൾ വളരെ ഉപകാരപ്രദമാണ്. കാരണം എല്ലാവരുടെ കയ്യിലും സി ബാൻഡ് ഡിഷുകളൊന്നും ഉണ്ടാവില്ല. സി ബാൻഡ് ഡിഷുകൾ ഉള്ളവർക്ക് തന്നെ 5G കാരണം ചാനലുകളൊന്നും ലഭിക്കാത്ത പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഇതിന് Q ബാൻഡ് ആയതുകൊണ്ട് 5G പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അതിനകത്ത്. അപ്പോൾ സി ബാൻഡ് ഡിഷ് ഇല്ലാത്തവർക്ക് ഏറ്റവും വലിയൊരു കൈത്താങ് തന്നെയാണ് ഈ ചെറിയ ഡിഷിൽ ഇത്തരം വേണ്ട ന്യൂസ് ചാനലുകളടക്കം, റിപ്പോർട്ടർ പോലെയുള്ള അടിപൊളി ന്യൂസ് ചാനലുകളടക്കം ലഭിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ വരുന്ന പുതിയ സ്മാർട്ട് ടിവികൾ ഇപ്പോൾ വാങ്ങുന്നവരുണ്ടെങ്കിൽ അതിൽ ഇൻബിൽഡ് ആയിട്ട് സാറ്റലൈറ്റ് ട്യൂണറുകളുള്ള ടിവികൾ നിങ്ങൾ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് സെറ്റ് ഓഫ് ബോക്സിൻ്റെ ആവശ്യമില്ല, ആ സെറ്റ് ഓഫ് ബോക്സിൻ്റെ ഫംഗ്ഷൻ കൂടി ആ ടി വിയിൽ ലഭിക്കും. അതായത് ഇപ്പോൾ വരുന്ന പുതിയ ഹൈസെൻസ് പോലെയുള്ള ഒരുപാട് ടിവികളുണ്ട്, ഹയർ, LG പോലെയുള്ള ടിവികൾ ഇൻബിൽഡ് ആയിട്ട് HEVC ട്യൂണറുകൾ, സാറ്റലൈറ്റ് ട്യൂണറുകൾ 4K ടിവികളാണെങ്കിൽ പ്രത്യേകിച്ചും സ്മാർട്ട് ടിവികളൊക്കെ പ്രത്യേകിച്ചും വരുന്നുണ്ട്. അത്തരം സാറ്റലൈറ്റ് ട്യൂണറുകൾ ഉള്ളത് തന്നെ നിങ്ങൾ പുതിയ ടി വി വാങ്ങുമ്പോൾ അതും കൂടി ഒന്ന് പരിഗണിച്ച് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ റിസീവർ എന്നുള്ള സംഭവം നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ടി വിയിൽ തന്നെ വാച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിഷ് ആൻറ്റിന കണക്ഷൻ ടി വിയിൽ കൊടുത്തിട്ട് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇത് 2 അടി ഡിഷിൽ, ചെറിയ ഡിഷിൽ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും 2 സാറ്റലൈറ്റും എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവർ HEVC ഉപയോഗിക്കുന്നത്, ആ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത്? അതായത് അവരൊരു ട്രാൻസ്ഫർ, ഒരു TPയിൽ, ഒരു ഫ്രീക്വൻസിയിൽ ഒരുപാട് ചാനലുകൾ, കൂടുതൽ ചാനലുകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ HEVC എന്നുള്ള ഫോർമാറ്റ് അവർ യൂസ് ചെയ്യുന്നത്, ആ ഒരു മെത്തഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും നമ്മുടെ റിസീവർ മാറ്റുക എന്നല്ലാതെ മറ്റൊരു കാര്യവുമില്ല. HEVC എന്ന് പറയുമ്പോൾ ആ ഒരു വീഡിയോ കോഡ് വരുന്നത് H265 എന്നാണ്. MPEG-4 ആകുമ്പോൾ H264 എന്നുള്ള കോഡിലായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ചാനൽ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
ഒക്കെ തന്നെ സിഗ്നലും അതേപോലെ തന്നെ ഫ്രീക്വൻസിയും ഞാൻ താഴെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ആ ഫ്രീക്വൻസി വെച്ചിട്ട് നിങ്ങൾ DB മീറ്റർ ഇട്ടിട്ട് എന്ത് ചെയ്യണം, ട്യൂൺ ചെയ്യണം എന്നുള്ളതാണ്. തുർക്ക്സാറ്റിലെ ഏറ്റവും നല്ലൊരു ഫ്രീക്വൻസിയാണിത്. ഈ ഒരു ഇതിൽ കാണാം ഫ്രീസാറ്റ് എന്ന ഫ്രീസാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീലങ്കയുടെ ഒരു DTH കമ്പനിയാണ്, അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വിശേഷം എന്താ വെച്ചാൽ ബിഗ് TV എന്നുള്ളൊരു ചാനൽ മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ബിഗ് TV ഒരു ന്യൂസ് ചാനലാണ്. ഈ ഒരു ന്യൂസ് ചാനൽ ഏകദേശം ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്. ആ സമയത്തോടു കൂടി മിഴി തുറക്കും. ഒരു അടിപൊളി ഒരു നൂതന ആശയങ്ങളുള്ള ഒരു ചാനലാണ് എന്നൊക്കെയാണ് വെപ്പ്. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും നല്ലൊരു ന്യൂസ് ചാനൽ ബിഗ് TV നിങ്ങൾ മലയാളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള